ഹലോ, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പരിപ്പും മുരിങ്ങക്കായും മാങ്ങയും കൂടിയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ്. അതിന് ഞാൻ 2 മുരിങ്ങക്കായ, മാങ്ങ, ഒരു മാങ്ങയുണ്ട്, ഇതിൻ്റെ ഒരു പൂളെടുക്കുള്ളൂ കേട്ടോ, മുഴുവൻ വേണ്ട, വലിയ മാങ്ങയാണ്. പിന്നെ ഒരു അര ഗ്ലാസ് പരിപ്പ്. ഇത് ഉപയോഗിച്ച് നല്ലൊരു ടേസ്റ്റുള്ളൊരു ഒഴിച്ചുകറി നമുക്കുണ്ടാക്കാം. അപ്പോൾ പരിപ്പും മുരിങ്ങക്കായും മാങ്ങി വയ്ക്കാനായിട്ട് പരിപ്പ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളതിലേക്ക് ഒരു വലിയ പച്ചമുളകാണ്, ഒരു ചെറിയ കാഭാഗം, ഒരു സബോളയുടെ കാഭാഗം എടുത്ത് നുറുക്കിയെടുത്തത്, കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കറിക്ക് ആവശ്യത്തിനുള്ള ഇത്തിരി മുളകും പൊടി, പച്ചമുളകിൻ്റെ എരിവുണ്ട്. പരിപ്പ് ഇങ്ങനെ വയ്ക്കുമ്പോൾ ചെറിയ എരിവ പാടുള്ളൂ, അധികം എരിവ പാടില്ല. അപ്പോൾ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊന്തി പോകാണ്ടിരിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ പരിപ്പ് തിളച്ച് പൊന്തി പോകില്ല. ഇനി അത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. പരിപ്പ് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. അങ്ങനെ മുരിങ്ങക്കായും ഒരു പൂള് മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ പീസാക്കി മുരിങ്ങക്കായ ഇതേപോലെ നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി പരിപ്പ് വെന്തു. ഇനി നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ അതിൽ കൊണ്ടിടാം. അപ്പോൾ നമ്മുടെ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് മുരിങ്ങക്കായും മാങ്ങയും ഇടാം. ഇത് ഒരുമിച്ച് വേവിച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുരിങ്ങക്കായൊക്കെ അടർന്നു പോകും. അതുകൊണ്ടാണ് പരിപ്പ് വെന്തതിന് ശേഷം നമ്മൾ അത് അതിലിട്ട് നമ്മൾ വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മളിത് വെന്ത് വരുമ്പോഴേക്കും നമ്മൾ ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മളെ മുരിങ്ങക്കായും മാങ്ങയും പരിപ്പൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഒരു ചെറിയ മുറി നാളികേരമാണ്, അരച്ച് വെച്ചിരിക്കുന്ന നാളികേരം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതൊന്നും ഇത്തിരി വെള്ളം ഒഴിച്ച് കഴുകി ഒഴിക്കുക. അപ്പോൾ അങ്ങനെ നാളികേരമൊക്കെ ചേർത്തു. മിക്സിയിലുള്ള അരപ്പിൻ്റെ ബാക്കിയുള്ളതൊക്കെ കഴുകി ഇത്തിരി വെള്ളം ഒഴിച്ച് കുടിച്ച് ഒഴിച്ചു. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ച് ഒഴിക്കാം. അപ്പോൾ പരിപ്പ് മുരിങ്ങക്കായും മാങ്ങി ഇഷ്ടമില്ലാത്തവരില്ല, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെയും ഭയങ്കര ഇഷ്ടം, നല്ല രുചിയുള്ള കറിയാണ്. ഇനി നമുക്ക് കറി കടുക് താളിച്ച് ഒഴിക്കാം. അപ്പം നമ്മൾ ചീനച്ചട്ടി ചൂടായി, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കടുക്, ഉലുവ ഇട്ട് കൊടുത്തു. അപ്പോൾ അതൊന്ന് പൊട്ടി വരും. അപ്പോൾ കടുകും ഉലുവയൊക്കെ പൊട്ടി വരുന്നുണ്ട്. അത് പൊട്ടി വരുമ്പോൾ നമുക്ക് 2 പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് വെച്ചിരിക്കുന്ന കടുക്, ഉള്ളി താളിച്ചത് ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാണ് നോക്കാം. അതിൽ ഉപ്പ്, പുളി, എരിവൊക്കെ കറക്റ്റാണ്. അങ്ങനെ നമ്മൾ ഊണിനുള്ള പരിപ്പും മുരിങ്ങക്കായും കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.